യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ പല സ്കൂട്ടർ വിതരണത്തിലൊക്കെ ഉൾപ്പെടെ പങ്കെടുത്താണ് ആളുകളുടെ വിശ്വാസം നേടിയെടുത്തത്. അതായത് രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഈ ചടങ്ങുകളിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിശ്വാസമുണ്ടാവുന്നു. 1000-ലധികം പേർ തട്ടിപ്പിനിരയായ മൂവാറ്റുപുഴയിൽ MP-യും MLA-യുമാണ് പങ്കെടുത്തത്. അതായത് ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടനും. ജനപ്രതിനിധികൾ മുന്നിൽ നിന്നത് വിശ്വാസം വർദ്ധിപ്പിച്ചുവെന്ന് പരാതിക്കാർ പറയുന്നു. MP-ക്കും MLA-യ്ക്കും മറ്റെന്ത് താല്പര്യമെന്നറിയില്ല, പക്ഷേ സ്കൂട്ടർ വിതരണത്തിൽ അവരുടെ സാന്നിധ്യം ഈ തട്ടിപ്പിന് ആക്കം കൂട്ടി, അഥവാ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. എന്നെ വിശ്വാസത്തിലെടുത്ത് കുറച്ച് പേര്, ഒരു ഏകദേശം 20, എൻ്റെ മകൾ ഉൾപ്പെടെ 20 പേരോളം ഇതിൻ്റെ അകത്ത് പൈസ അടച്ച വ്യക്തികളാണ്. ഇവിടെ മൂവാറ്റുപുഴ കൗൺസിലറായിരുന്ന പ്രമീള ഗിരീഷ് കുമാർ സീഡ് സൊസൈറ്റിയുടെ ചെയർമാനായിരിക്കുകയും വൈസ് ചെയർമാനായിട്ട് മോളി സാജൻ ആവോലി CDS, അതായത് കുടുംബശ്രീയുടെ മിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊക്കെ എനിക്ക് ഒരു മെസ്സേജ് തന്നു, വാർഡിലേക്ക് ഇടുക, അതുകൊണ്ട് ഒരു സാമൂഹ്യ സേവനമാണിത്. 50% പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ്, മൊബൈൽ, തയ്യൽ മെഷീൻ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടനുസരിച്ച് കുറച്ച് പേര് ഇത് ബന്ധപ്പെടുകയും നമ്മൾ HDFC ബാങ്കിലേക്ക്, അനന്തകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന HDFC ബാങ്കിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ 20ഓളം ലാപ്ടോപ്പും തയ്യൽ മെഷീനും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു ആവോലി പഞ്ചായത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ഇത് വരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു വണ്ടിവിലയുടെ ആക്റ്റീവ, അങ്ങനെ 2 വീലറുകൾ 50% പൈസ, അതായത് 56,000 രൂപയും ഏകദേശം 60,000 രൂപയും പകുതി വില അത് അടച്ചു കഴിഞ്ഞാൽ HDFC ബാങ്കിലേക്ക് ഈ പറയുന്ന അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അനന്തകൃഷ്ണനാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. NGO ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ് പുള്ളി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചു, നമുക്ക് ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം. അവിടെ എല്ലാവരും മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വിളിച്ചു. ആ ടൗൺ ഹാളിൽ മൂവാറ്റുപുഴ MP ഡീൻ കുര്യാക്കോസ്, മൂവാറ്റുപുഴ MLA, അവിടുത്തെ മൂവാറ്റുപുഴ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അവിടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവിടെ ആ വിഷനെടുത്ത് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു, മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു, മൂവാറ്റുപുഴയുടെ ചെയർമാൻ എൽദോസ്, പ്രമീള ഗിരീഷ് കുമാർ, മോളി സാജൻ, പിന്നെ ഒരു ഇന്ദിരാമാടെന്ന് പറഞ്ഞാൽ ഇന്ദിരാമാട് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയും. ഇന്ദിരാമാടൻ കോർഡിനേറ്ററാണ്, NGO ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ്. ഇവരൊക്കെയാണ് അതിൻ്റെ ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഇതിനെപ്പറ്റിയെല്ലാം വിശദീകരിച്ചു. CSR ഫണ്ടിൻ്റെ 50% പൈസ കണ്ടെത്തുന്ന വിവിധ കമ്പനികൾ CSR ഫണ്ടാണ്, അതിലേക്ക് സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം. അവിടെ വെച്ച് ഒരു കുടുംബത്തിന് ഒരു വ്യക്തി ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് 2 വീലർ കൊടുക്കുകയും ചെയ്തു. അവിടെ അങ്ങനെ കൊടുത്തുകഴിയുമ്പോൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരികയാണ് ചെയ്തത്. ആദ്യമായിട്ട് ഇവിടെ ഒരു ബാലമന്ദിരം, അനാഥമന്ദിരം എന്ന് പറഞ്ഞാൽ അവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് അത് 2-3 വർഷം പ്രവർത്തിച്ചു. അത് അനാഥമന്ദിരം അടച്ചുപൂട്ടി. പിന്നീടാണ് അതൊരു ബിസിനസ് ലെവലിലേക്ക്, അതായത് ഒരു സ്പോർട്സ് സെൻറ്റർ, ഒരു കൺവെൻഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ ആ ലെവലിലേക്കാണ് പിന്നീട് അത് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയൊന്നും നമുക്ക് അത്ര ക്ലിയർ അല്ല. പക്ഷേ ആദ്യം അനാഥമന്ദിരം എന്നും പറഞ്ഞൊരു ബാലമന്ദിരം അവിടെ തുടങ്ങിയത്, അത് നാട് മുഴുവൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന് വേണ്ടി. പിന്നീട് അത് പല രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഈ നാട്ടിലെ ആളുകൾ അതിന് ഉത്തരവാദിയല്ല. പക്ഷേ ആരും അതിനെ പരസ്യമായി ചോദ്യം ചെയ്യാനോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പിലേക്ക് ഈ നമ്മുടെ വീട്ടമ്മമാർ പോവാൻ കാരണം. അതുകൊണ്ടാണ് ഈ പകുതി വിലയ്ക്ക് വാഹനം കിട്ടുമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുള്ളൊരു ചേച്ചിയാണ്, മോളി സാജൻ എന്ന് പറഞ്ഞാൽ. അത് ഈ സീഡ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സെക്രട്ടറിയാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ചേച്ചി മുഖേനയാണ് ഞങ്ങളിത് അറിഞ്ഞത്. അപ്പോൾ പകുതി വിലയ്ക്ക് കിട്ടുന്ന ആയതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരു ആശ്വാസമാണല്ലോ എന്നോർത്താണ് ഞങ്ങൾ കൊടുത്തത്. അതിലുപരി എനിക്കൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്, 2 വർഷം മുമ്പ്, തയ്യൽ മെഷീൻ പകുതി വിലയ്ക്കുള്ള. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു വിശ്വാസമായി, കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പൈസ കൊടുത്തത്. ഞങ്ങളിങ്ങനെ ഒരു ചെറിയ സംരംഭം, കുടുംബശ്രീയുടെ സംരംഭമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. 5 പേരാണ് അതിനകത്ത് കൊടുത്തത്. ഈ 5 പേരും ഇതിനകത്ത് വഞ്ചിക്കപ്പെട്ടു. ഞങ്ങൾ HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആ പൈസ അടച്ചേക്കുന്നത്. 60,000 രൂപ വെച്ച് ഓരോ അംഗങ്ങളും HDFC തൊടുപുഴ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ അടച്ചേക്കുന്നത്. സീഡ് സൊസൈറ്റി വഴി പകുതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്നും പറഞ്ഞാണ് HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വണ്ടി മേടിക്കാൻ പൈസ കൊടുത്തത്. ഇപ്പം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഈ ലോൺ മാസം അടച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്നും ഇത് കിട്ടാത്തതുകൊണ്ട് ആ ഒരു ഇതും കൂടെ ഉണ്ട്. ഒത്തിരി മോൾ ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് സീഡിൻ്റെ കോർഡിനേറ്റർ വഴി മോൾ ചേച്ചി വഴിയാണിത് കിട്ടാനായത്. മോൾ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ തരാമെന്ന് പറയാനേ അല്ലാതെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അനന്തകൃഷ്ണൻ കേസിലായ പിന്നെയാണ് ഞങ്ങൾക്കിത് കിട്ടില്ല എന്നുള്ള, അതിൻ്റെ പൈസയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഇപ്പം.
അഞ്ജലി ശ്രീജിത രാജ് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജലി, നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി ഏതൊക്കെ തരം വിദ്യകളാണ് ഇവർ പ്രയോഗിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ MLA-യുടെ, MP-യുടെ, ഇതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സന്റെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഡീൻ കുര്യാക്കോസ്, അതേപോലെ മാത്യു കുഴൽനാടൻ, ഇവരുടെയൊക്കെ സാന്നിധ്യം ഈ തട്ടിപ്പിന് വിശ്വാസ്യത കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഒരു പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഈ വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA-മാരെയും MP-മാരെയും കൃത്യമായി പങ്കെടുപ്പിക്കാൻ അനന്തു കൃഷ്ണന് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ അഞ്ജലി? അതെ, തീർച്ചയായും അരുൺകുമാർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മൂവാറ്റുപുഴയുടെ MP, മൂവാറ്റുപുഴയുടെ MLA, ഇവരെല്ലാമാണ് ഈ 2 വീലർ വിതരണം ചെയ്യുകയും കൂടാതെ ഈ ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്തും ഈ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നത്. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളെ ഈ ഒരു പരിപാടിയിൽ കാണുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ഒരു വിശ്വാസ്യത കൂടും. അങ്ങനെ തന്നെയാണ് ഈ വ്യക്തികളെല്ലാം നമ്മളോട് പറയുന്നത്. കാരണം ഇതിൻ്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അതിലൊക്കെ ഈ ജനപ്രതിനിധികളുടെ ഫോട്ടോ കാണുന്നുണ്ട്. കൂടാതെ പരിപാടികളിൽ ഇവർ കൃത്യമായി എത്തുന്നു, ഇവരവിടെ പ്രസംഗിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, കാരണം ജനപ്രതിനിധികൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ശാക്തീകരണ പരിപാടികൾ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണെന്ന ധാരണയാണുള്ളത്. അതാണ് കൂടുതൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കാനുള്ള കാരണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതലും ഈ തൊഴിലുറപ്പ്, കുടുംബശ്രീ, ഇത് കേന്ദ്രീകരിച്ചാണ് സ്ത്രീകളിലേക്ക് ഇവർ കൂടുതൽ അടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ CDS മെമ്പർമാർ വഴിയാണ് ഈ ഒരു മെസ്സേജ് ഇവർ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. കൂടാതെ ഈ നിർമ്മല സ്കൂളിൽ, മൂവാറ്റുപുഴയിലുള്ള നിർമ്മല സ്കൂളിൽ 10,000 സ്കൂട്ടറുകൾ എത്തിച്ചു. ഈ സ്കൂട്ടറുകൾ ഇത്രയും നിരത്തി വെച്ചപ്പോഴാണ് ഈ ആളുകൾ ചോദിക്കുക എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. പകുതി വിലയ്ക്ക് കിട്ടുമെന്നറിയുന്നു. ഇത്തരത്തിൽ സ്കൂട്ടർ, തയ്യൽ മെഷീൻ, കൂടാതെ വാട്ടർ ടാങ്ക്, ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഈ ഒരു മൂവാറ്റുപുഴ ഭാഗത്ത് ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ട് പകുതി വിലയ്ക്ക്. ഇത് കിട്ടിയ ആളുകളെ കാണുന്നു, അവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിലുള്ള വിശ്വാസ്യത കൂടുന്നു. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരൊക്കെ ഈ തട്ടിപ്പിന് ഇരയാവാനുള്ള കാരണം. പിന്നെ പ്രധാനമായും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം സ്വർണവും മറ്റ് കൂട്ടിവെച്ച തുകയെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയ പലരും ലോൺ എടുത്തും കൂടാതെ സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് ഇതിനുള്ള ഒരു പണം കണ്ടെത്തിയത്. ഇവർ ഇതിലേക്ക് നിക്ഷേപിക്കുന്നു. കൂടാതെ ഈ ഒരു 6 മാസ സമയമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതായത് 6 മാസത്തിനുള്ളിൽ സ്കൂട്ടർ ലഭിക്കുമെന്ന് പറയുന്നു. ഈ ചിലർക്കൊക്കെ തയ്യൽ മെഷീൻ ഇത്തരത്തിൽ പാതി വിലയ്ക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ സ്കൂട്ടറിന് വേണ്ടി അപേക്ഷിക്കാൻ ഇവർക്ക് ധൈര്യം വരുന്നു. അങ്ങനെ 60,000 രൂപ നിക്ഷേപിക്കുന്നു. ഈ 1,20,000 രൂപയുള്ള വണ്ടിയാണ് 60,000-ന് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും വണ്ടി കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വണ്ടികളാണ്. ഇത് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും കൂടാതെ പലരും ഈ മക്കൾക്കൊക്കെ ഈ ദൂരസ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വണ്ടി ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ രീതിയിൽ വലിയൊരു തുക ഇതിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മൂവാറ്റുപുഴയിൽ മാത്രം ഏകദേശം 1000-ഓളം ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മൂവാറ്റുപുഴ MP-യും കൂടാതെ MLA-യും ഇവരെല്ലാം ഈ ഒരു 2 വീലർ വിതരണം ചെയ്യുന്ന ചടങ്ങുകളിലും കൂടാതെ ഇതിൻ്റെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ഒരു പരിപാടിയിലും കൂടാതെ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടുതൽ ആളുകൾക്ക് ഇതിലുള്ളൊരു വിശ്വാസ്യത കൂടുന്നു. പിന്നെ കൂടാതെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്യു കുഴൽനാടനും അതേപോലെ ഡീൻ കുര്യാക്കോസും എൽദോയും അതേപോലെ മൂവാറ്റുപുഴയിലെ ചെയർപേഴ്സൺ അടക്കമുള്ളവരും ഒക്കെ ഈ പരിപാടികളിൽ സന്നിഹിതരായിരുന്നു. മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞതും നമ്മൾ കേട്ടതല്ലേ. നമുക്ക് ശിവൻകുട്ടിയുടെ പ്രസംഗത്തിലേക്കും പോകണം. അനന്തകൃഷ്ണൻ തനിക്കറിയാം എന്ന് പറയുന്ന ശിവൻകുട്ടി എങ്ങനെ അറിയാം എന്നതുകൂടി ഇനി പുറത്ത് വെളിപ്പെടുത്തേണ്ടി വരും. സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ ഫണ്ടറാണ് അനന്തകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അനന്തകൃഷ്ണന്റെ ഫണ്ടിൽ നിന്ന് ആർക്കൊക്കെയാണ് പണം ലഭിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്.